followed the girl along the passage. An old-fashioned iron Hanukkah candle holder hung next to a mirror. We never used it because it was much more cumbersome than a single candlestick. Now, Hanukkah is the Feast of Lights, a Hebrew festival in December, and it's a candle stand which is very heavy and cannot be used on regular occasion. Okay, so the first thing that the narrator sees when she enters the passage along with the girl is her candle holder. "Won't you sit down?" asked the girl. She held open the door of the living room and I went inside past her. I stopped horrified. I was in a room I knew and did not know. So she opened the door of a room and she said, "Why don't you sit down?" When narrator enters, she is totally terrified because she sees all her mother's belongings around the room. She enters and she feels that I know all the things that are there in this room, but still I don't know anything. I don't know them. Why? Because they are placed in a new situation. They are placed in a new location. I knew them very well when they were placed in my home, but I feel as if I don't know any of these items since they are in a different condition. I found myself in the midst of things I did not want to see again, but which oppressed me in the strange atmosphere. പെട്ടെന്ന് ആ മുറി കയറി ചെന്നപ്പോൾ കാണുന്ന സാധനങ്ങളൊക്കെ അമ്മയുടെ സാധനങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ അമ്മ വെച്ചിരുന്ന പോലെ അല്ല വെച്ചിരുന്നത്. അതൊക്കെ ഒരു വേറെ സിറ്റുവേഷനിലായിരുന്നു, വേറെ കണ്ടീഷനിലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഈ സാധനങ്ങളൊക്കെ എനിക്ക് പരിചിതമാണെങ്കിലും അതൊക്കെ എനിക്ക് അപരിചിതമാണെന്ന് തോന്നി. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്നപ്പോൾ എന്നെ ഇത് വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന പോലെ തോന്നി. കാരണം ഞാനൊരു വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറിലായിരുന്നു. പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നു. Because of the tasteless way everything was arranged, because of the ugly furniture or the muggy smell that hung there, I don't know, but I scarcely dared to look around me. എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നിട്ടാണോ അതോ എൻ്റെ അമ്മ ഇത്രയും പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടാണോ ഇവിടുന്ന് വരുന്ന ഒരു മഗി സ്മെൽ, ഒരു ബാഡ് സ്മെല്ല് കാരണമാണോ എനിക്കറിയില്ല. പക്ഷെ പിന്നീട് ഒരു നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ. പിന്നീട് എനിക്ക് ആ റൂമിലോട്ട് നോക്കാൻ തോന്നിയില്ല. The girl moved a chair. I sat down and stared at the woolen table cloth. ഒരു കസേര നീക്കിയിട്ടിട്ട് ആ കുട്ടി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നിട്ട് എൻ്റെ കണ്ണുകൾ പോയി എത്തിയത് ഒരു വുളൻ ടേബിൾ ക്ലോത്തിലായിരുന്നു. ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിട്ടേക്കുന്ന ടേബിൾ ക്ലോത്ത് ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ബിക്കോസ് ഈവൻ ദാറ്റ് ബിലോങ്ഡ് ടു ഹർ മദേഴ്സ്. ഐ റബ്ഡ് എറ്റ്. അതൊന്ന് കൈകൊണ്ടിങ്ങനെ റബ്ബ് ചെയ്തു. മൈ ഫിംഗേഴ്സ് ഗ്രൂ വാം ഫ്രം റബ്ബിങ്. I followed the lines of the pattern. Somewhere on the edge there should be a burn mark that had never been repaired. ആ ടേബിൾ ക്ലോത്തിൽ കൈവച്ച് അതിലിങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ അതിനകത്തുള്ള പാറ്റേണിലൂടെ കൈകൾ കൊണ്ടുപോയി നറേറ്റർ. ആക്ച്വലി ഷീ വാസ് സെർച്ചിങ് ഫോർ എ ബേൺ മാർക്ക് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ക്ലോത്ത്. അവർക്കറിയായിരുന്നു ആ ടേബിൾ ക്ലോത്തിൽ ഒരു കത്തിയ പാട്, അത് അമ്മ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പാടുണ്ടോ എന്നവർ സെർച്ച് ചെയ്തു. "My mother will be back soon," said the girl. "I have already made tea for her. Will you have a cup?" എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയ്ക്കും കൂടി ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. താങ്കൾക്കൊരു കപ്പ് വേണോ? The girl is asking. "Thank you." നറേറ്റർ പറയും, she thanks for offering the tea. I looked up. The girl put cups ready on the tea table. She had a broad back, just like her mother. She poured tea from a white pot. All it had was a gold border on the lid, I remembered. She opened a box and took some spoons out. ആ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളും നറേറ്ററിൻ്റെ അമ്മയുടെ ആയിരുന്നു. ടീ സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന കപ്പ്, ടീ ഒഴിച്ച് വെച്ചിരുന്ന പോട്ട്,
ഷുഗർ കലക്കാൻ വേണ്ടി എടുത്ത സ്പൂൺ, എവറിത്തിങ് ബിലോങ്ഡ് ടു ദ നറേറ്റേഴ്സ് മദർ. സ്പൂൺസ് വെച്ചിരുന്ന ഒരു ബോക്സ്, ഈവൻ ആ ബോക്സ് ഓൾസോ ബിലോങ്ഡ് ടു ദ നറേറ്റേഴ്സ് മദർ. ദാറ്റ്സ് എ നൈസ് ബോക്സ്, ഐ ഹേർഡ് മൈ ഓൺ വോയിസ്. ഓ, അത് നല്ലൊരു ബോക്സ് ആണല്ലോ എന്ന് നറേറ്റർ പറയുന്നത് നറേറ്ററിനെ എക്കോ ചെയ്ത് കേട്ടു. ഇറ്റ് വാസ് സ്ട്രേഞ്ച് വോയിസ്, ആസ് ദോ ഈച്ച് സൗണ്ട് വാസ് ഡിഫറെൻറ്റ് ഇൻ ദിസ് റൂം. നറേറ്റർ പറയുന്നത് നറേറ്ററുടെ ചെവിയിൽ വീണപ്പോൾ ഒരു വ്യത്യസ്ത ഫീലിംഗ് ആണ് നറേറ്ററിന് വന്നത്. ഓ, യു നോ ദം, യു നോ അബൌട്ട് ദം. ഷീ ഹാഡ് ടേൺഡ് റൗണ്ട് ആൻഡ് ബ്രോട്ട് മീ മൈ ടീ. ടീ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ഡോട്ടറിനെ കണ്ടപ്പോൾ നറേറ്ററിന് ശരിക്കും മിസ്സിസ് ഡോർലിങ്ങിനെ ഫസ്റ്റ് കണ്ട് ഓർമ്മ വന്നു. മിസ്സിസ് ഡോർലിങ്ങിനെ ഫസ്റ്റ് കാണുമ്പോഴും മിസ്സിസ് ഡോർലിങ്ങിൻ്റെ ബ്രോഡ് ബാക്കാണ് ആദ്യം കാണാനിട വരുന്നത്. അതേപോലെ തന്നെ ഇപ്പം മകൾ നിൽക്കുമ്പോഴും നറേറ്റർ വിചാരിക്കും അമ്മയെപ്പോലെ തന്നെ ബ്രോഡ് ബാക്കാണ് മകൾക്കും. ആൻഡ് ഷീ ടേൺസ് ആൻഡ് ഷീ ബ്രിങ്സ് എ കപ്പ് ഓഫ് ടീ ടു ദ നറേറ്റർ. ഷീ ലാഫ്ഡ്. My mother says it is antique. We have got lots more. She pointed round the room. See for yourself. So, നറേറ്ററിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മിസ്സിസ് ഡോർലിയുടെ മകൾ പറയുവാണ്, എൻ്റെ അമ്മ പറയുന്നു ഇത് ആൻറ്റീക്കാണ്, ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൻറ്റീക്ക് പീസസ് ഉണ്ട്, നിങ്ങൾ സ്വയം നോക്കിക്കോളൂ, ഈ റൂമിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. I had no need to follow her hand. I knew which things she meant. I just looked at the still life over the tea table. As a child, I had always fancied the apple on the pewter plate. നറേറ്റർ പറയുന്നു, മിസ്സസ് ഡോർലിയുടെ മോൾ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു, ദേ അവിടെ ഇവിടെ ഒക്കെ ആൻറ്റീക്ക് പീസസ് ആണ്. പക്ഷേ എനിക്ക് ആ കുട്ടിയുടെ കൈയുടെ ഡയറക്ഷനോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്കറിയായിരുന്നു ഏത് സാധനം എൻ്റെയാണ്, ഏത് സാധനം എൻ്റെ അല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. എൻ്റെ കണ്ണുകൾ പോയി പതിഞ്ഞത് ടീ ടേബിളിൻ്റെ മുകളിലോട്ടാണ്. അവിടെ കുറച്ച് സ്റ്റിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. Some things were kept over there. And she saw a plate, a pewter plate, in which she used to have apples. So everything, each and everything, ഓരോ സാധനവും ആ വീട്ടിലത്തെ നറേറ്ററിൻ്റെ അമ്മയുടെ സാധനങ്ങളായിരുന്നു. We use it for everything, she said. Once we even ate off the plates hanging there on the wall. I wanted to so much, but it wasn't anything special. So, നറേറ്ററിനോട് മിസ്സസ് ഡോർലിങ്ങിൻ്റെ മകൾ പറയാണ്, ഇവിടെ ഉള്ള ആൻറ്റീക്ക് പ്ലേറ്റ്സിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്പെഷ്യൽ. I had found the burn mark on the tablecloth. The girl looked questioningly at me. ഇപ്പോൾ തപ്പി അവസാനം ആ ടേബിൾ ക്ലോത്തിൽ നറേറ്ററിന് ബേൺ മാർക്ക് കിട്ടിയപ്പോൾ നറേറ്ററിൻ്റെ മുഖത്ത് വന്ന ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ മിസ്സസ് ഡോർലിങ്ങിൻ്റെ മകൾ ഒരു ക്വസ്റ്റ്യനിങ് വേയിൽ അവരെ നോക്കി. യെസ്, ഐ സെഡ്, you get so used to touching all these lovely things in the house, you hardly look at them anymore. അപ്പം നറേറ്റർ പറയാണ്, ശരിയാണ്, നമ്മുടെ കയ്യിൽ സാധനങ്ങളുള്ളപ്പോൾ, നമ്മുടെ അടുത്ത് സാധനങ്ങളുള്ളപ്പോൾ നമ്മളതിനെ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. കാരണം വി ആർ യൂസ് ടു ടച്ചിങ് ഇറ്റ്. അതൊരു നമ്മളുടെ ഒപ്പം ഉള്ള ഒരു സാധനമായി മാറും. അപ്പോൾ നമുക്കതിന് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല. You get so used to touching all these lovely things in the house, you hardly look at them anymore. ഡെയിലി ഇത് കണ്ട് നമുക്കതിനൊരു വിലയില്ലാണ്ടാവും. അതാണ് നറേറ്റർ പറയുന്നത്. You only notice when something is missing because it has to be repaired or because you have lent it, for example. അപ്പോൾ എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമ്മളതങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരെണ്ണം മിസ്സായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് ആർക്കെങ്കിലും കൊടുത്താൽ നമ്മളത് പെട്ടെന്ന് നോട്ട് ചെയ്യും. And she is talking about the same episode where she had come back and she noticed that many things from her house are missing. Okay? Again I heard the unnatural sound of my voice and I went on. വീണ്ടും അവർ പറയുന്നത് അവർക്ക് തന്നെ ഒരു വ്യത്യസ്ത വോയിസിൽ കേൾക്കുന്ന പോലെ തോന്നി നറേറ്ററിന്. നറേറ്റർ എന്നാലും കണ്ടിന്യൂ ചെയ്തു. I remember my mother once asked me if I would help her polish the silver.
It was a very long time ago, and I was probably bored that day, or perhaps I had to stay at home because I was ill, as she had never asked me before. I asked her which silver she meant, and she replied, surprised, that it was the spoons, forks, and knives, of course. And that was the strange thing. I didn't know the cutlery we ate of every day was silver. So, narrator is saying an experience. She's saying, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അമ്മ എന്നോട് ഒരു പ്രാവശ്യം സിൽവർ സാധനങ്ങളൊക്കെ പോളിഷ് ചെയ്യൂ എന്ന് പറഞ്ഞു, കുറേ കാലങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അമ്മ ആദ്യമായിട്ടാണ് എന്നോടൊരു കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഏത് സിൽവറിൻ്റെ കാര്യമാണ് അമ്മ പറയുന്നത്? അപ്പം അമ്മ വളരെ സർപ്രൈസ്ഡ് വേയിൽ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്നും കഴിക്കാൻ ഉപയോഗിക്കുന്ന നിൻ്റെ സ്പൂൺസ്, ഫോക്സ്, നൈഫ്സൊക്കെ സിൽവറാണ്. അതിനെയാണ് ഞാനിന്ന് പോളിഷ് ചെയ്യാൻ എന്നോട് പറഞ്ഞത്. അപ്പം നമ്മുടെ നെറേറ്ററിന് അന്നേ ദിവസം വരെ അറിയില്ലായിരുന്നു നെറേറ്റർ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിൽവർ വെസൽസ് ആയിരുന്നു എന്നുള്ളത്, സിൽവർ പാത്രങ്ങളായിരുന്നു എന്നുള്ളത് നെറേറ്ററിന് അറിയണ്ടായിരുന്നില്ല. ദ ഗേൾ ലാഫ്ഡ് അഗെയിൻ. ഇതൊക്കെ കേട്ടിട്ട് മിസ്സസ് ഡോർലിൻ്റെ മോള് ചിരിച്ചു. ഐ ബെറ്റ് യു ഡോണ്ട് നോ ഇറ്റ് ഈസ് ഈതർ. ഐ ലുക്ക്ഡ് ഇൻറ്റൻറ്റ്ലി അറ്റ് ഹെർ. എന്നിട്ട് നറേറ്റർ ഇത്രയും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് നിനക്കും അറിയണ്ടാവില്ല. ഈവൻ യു ഡോണ്ട് നോ. വാട്ട് വി ഈറ്റ് വിത്ത്, ഷീ സെഡ്. അപ്പം ഈ ഗേൾ ചോദിക്കുകയാണ്, എന്ത് ഞങ്ങൾ കഴിക്കുന്നത് എന്തിലാണെന്ന് എനിക്കും അറിയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? വെൽ, ഡു യു നോ? അപ്പോൾ നരേറ്റർ ചോദിച്ചു, നിനക്കറിയോ നീ കഴിക്കുന്ന സിൽവറിലാണോ ഇല്ലയോ എന്ന് എനിക്കറിയോ, ഡു യു നോ? ഷീ ഹെസിറ്റേറ്റഡ്. ഷീ വാക്ക്ഡ് ടു ദ സൈഡ് ബോർഡ് ആൻഡ് വാണ്ടഡ് ടു ഓപ്പൺ എ ഡ്രോയർ. I will look, it's in here. അപ്പം ഷീ വാസ് നോട്ട് ഏബിൾ ടു ഗിവ് എൻ ആൻസർ, ആപ്റ്റ് ആൻസർ. എന്നിട്ട് ഒരു സൈഡ് ബോർഡിൽ പോയിട്ട് ഒരു ഡ്രോ തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അങ്ങോട്ട് പോകും. I jumped up. I was forgetting the time. I must catch my train. എന്നിട്ട് പെട്ടെന്ന് നറേറ്റർ പറയും, അയ്യോ ഞാൻ മറന്നു, എനിക്ക് എൻ്റെ ട്രെയിനിൻ്റെ സമയമായി, എനിക്ക് പോകണം. ഷീ ഹാഡ് ഹർ ഹാൻഡ് ഓൺ ദ ഡ്രോയർ. ഡോണ്ട് യു വോണ്ട് ടു വെയിറ്റ് ഫോർ മൈ മദർ? സോ ഡ്രോയറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോയ കുട്ടി അത് സാധനങ്ങൾ എടുത്തില്ല. അതിന് മുമ്പേ തന്നെ നറേറ്റർ ചാടി എഴുന്നേറ്റുകൊണ്ട് നറേറ്ററിനോട് ചോദിച്ചു, അപ്പോൾ താങ്കൾ എൻ്റെ അമ്മ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നില്ലേ? നോ, ഐ മസ്റ്റ് ഗോ. ഐ വാക്ക്ഡ് ടു ദ ഡോർ. ഇല്ലില്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഐ എം ഗോയിങ് എന്ന് പറഞ്ഞിട്ട് ഷീ റീച്ച്ഡ് ദ ഡോർ. ദ ഗേൾ പുൾഡ് ദി ഡ്രോയർ ഓപ്പൺ. I can find my own way. As I walked down the passage, I heard the jingling of spoons and forks. അപ്പോൾ ആ കുട്ടി ആ ഡ്രോയർ പെട്ടെന്ന് തുറന്നപ്പോഴത്തേനും നറേറ്റർ പറഞ്ഞു, ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പോയിക്കോളാം, വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം, പുറത്തോട്ടുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി ഡ്രോയിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൺസും ഫോക്സും എടുത്ത് അത് സിൽവർ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നതിൻ്റെ ശബ്ദം, ജിംഗ്ലിംഗ് സൗണ്ട് നറേറ്റർ കേട്ടു. At the corner of the road, I looked up at the nameplate. Marconi Street, it said. I had been at number 46. The address was correct. പുറത്തിറങ്ങി ഒരു കോർണറിൽ നിന്നും നെയിം പ്ലേറ്റിൽ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അമ്മ പറഞ്ഞിരുന്ന അഡ്രസ്സ് കണ്ണിൽ പതിച്ചു. മാർക്കോണി സ്ട്രീറ്റ്, നമ്പർ 46. ഞാൻ എത്തിപ്പെട്ട കറക്റ്റ് അഡ്രസ്സിലാണ്. ബട്ട് നൗ ഐ ഡിഡ്ന്റ് വോണ്ട് ടു റിമെമ്പർ ഇറ്റ് എനി മോർ. പക്ഷേ എനിക്കിനിയും ഈ ഒരു അഡ്രസ്സ് ഓർത്ത് വെക്കണ്ട. ഐ വുഡൻറ്റ് ഗോ back there because the objects that are linked in my memory with the familiar life of former times instantly lose their value when served from them. You see them again in strange surroundings. ഇത്രയും നാളും ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത് എൻ്റെ അമ്മ അതിനെ വെച്ച രീതിയിലാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്ന് എൻ്റെ അതേ സാധനങ്ങൾ വേറൊരാളുടെ വീട്ടിൽ വേറൊരു വ്യത്യസ്ത സാഹചര്യത്തിൽ ഇരിക്കുന്നത് കണ്ടു. വേറൊരാൾ എൻ്റെ സ്വന്തം പാത്രത്തിൽ എനിക്ക് സെർവ് ചെയ്തു തന്നു സാധനങ്ങൾ. അതൊക്കെ കാണുമ്പോൾ എനിക്കിനി അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ വേണ്ട എന്നെൻ്റെ മനസ്സ് പറയുന്നു. അതിൻ്റെ വാല്യൂ
ലൂസായി, അതിൻ്റെ വാല്യൂ പോയി. കാരണം അത് എനിക്ക് സെർവ് ചെയ്യുന്ന സ്ഥലം മാറി, അത് വെച്ചിരിക്കുന്ന സാഹചര്യം മാറി. എനിക്കിനിയും അതിനെപ്പറ്റി ഓർക്കണ്ട. And what should I have done with them in a small rented room where the shreds of black out paper still hung along the windows and no more than a handful of cutlery fitted in the narrow table drawer? ഈ കാഴ്ച എനിക്ക് വിഷമമുണ്ടാക്കി. ഇനി അല്ലെങ്കിൽ തന്നെയോ ഞാൻ ഈ സാധനങ്ങളെടുത്ത് എവിടെ കൊണ്ടുപോകാനാണ്? ഞാൻ താമസിക്കുന്ന ഒരു ഒറ്റ മുറിയിലാണ്. ആ ഒറ്റമുറിയിലെ പല സാധനങ്ങളും ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആകെ കൂടി ഉള്ളതൊരു ചെറിയ ഡ്രോയിലാണ്. ആ ഡ്രോയിൽ എനിക്ക് കട്ട്ലറി സെറ്റ് കൊണ്ടുവയ്ക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്കിത് വേണ്ട. ഐ എം ഗോയിങ് ടു ഫർഗെറ്റ് ഇറ്റ്. ഐ റിസോൾവ് ടു ഫർഗെറ്റ് ദി അഡ്രസ്സ്. ഈ അഡ്രസ്സ്, അമ്മ പറഞ്ഞിരുന്ന ഈ അഡ്രസ്സ്, ആ അഡ്രസ്സിലുള്ള എൻ്റെ അമ്മയുടെ എല്ലാ ബിലോങ്ങിങ്സും ഞാൻ മറക്കാൻ തീരുമാനിച്ചു. ഓഫ് ഓൾ ദ തിങ്സ് ഐ ഹാഡ് ടു ഫർഗെറ്റ്, ദാറ്റ് വുഡ് ബി ദ ഈസിയസ്റ്റ്. ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഞാൻ മറക്കുന്നോ അത്രയും അതെനിക്ക് എളുപ്പമായിരിക്കും, എനിക്ക് ഗുണകരമാവും. ഐ ഹാവ് ടു ഫർഗെറ്റ് അബൌട്ട് മൈ പാസ്റ്റ് ആൻഡ് ഐ ഹാവ് ടു ലുക്ക് ഇൻ ടു മൈ ഫ്യൂച്ചർ. Seeing this, the narrator leaves that address. Okay? ഈ ലെസണിൽ തീം എന്താണെന്ന് വെച്ചാൽ, ഒരെണ്ണം യുദ്ധത്തിൽ ആൾക്കാർ അനുഭവിക്കുന്ന വേദനകൾ, നഷ്ടങ്ങൾ. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. ലൈഫിൽ എത്ര നഷ്ടമുണ്ടായാലും ഇനിയുള്ള ലൈഫിലോട്ട് പോസിറ്റീവായിട്ട് നോക്കുകയും അതിനെപ്പറ്റി നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് നീങ്ങുകയും. ഈ രണ്ട് തീമാണ്. The after effects of war and then the positive approach to life. These are the themes that are discussed over here. I hope the lesson is clear. ലെസൺ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാവാത്ത സെൻറ്റൻസ് സ്ട്രക്ചർ വല്ലതും ഉണ്ടെങ്കിൽ you can ask me. Thank you so much.